1910 എബ്രഹാം ഫ്ലെക്സ്നർ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ അധ്യാപകനെ ഉപയോഗപ്പെടുത്തി കാർണിജി ഫൗണ്ടേഷനും റോക്കി ഫില്ലർ ഫൗണ്ടേഷനും ഒരു റിപ്പോർട്ട് അമേരിക്കയിൽ തയ്യാറാക്കി. അതിനെ ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്ന് പറയും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബയോകെമിക്കൽ മെഡിസിൻ ആയിരിക്കണം ശാസ്ത്രീയ മെഡിസിൻ എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കയിൽ അവരുടെ സാമ്പത്തിക മേൽക്കോയ്മ കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും നടപ്പാക്കി. ഇന്ന് ഈ ബയോകെമിക്കൽ മെഡിസിനെ ശാസ്ത്രീയ മെഡിസിനായിട്ട് ലോകത്ത് അംഗീകരിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഏറ്റവും പൗരാണികമായ സംസ്കാരങ്ങളില് ആയുർവേദം പോലെയുള്ള ചികിത്സാ രീതികൾ നിലനിന്നിരുന്നപ്പോൾ, അതിലൂടെ രോഗനിവാരണത്തിനും പ്രതിരോധത്തിനും എല്ലാം നമുക്ക് സാധിച്ചിരുന്നപ്പോൾ, അതുപോലും അശാസ്ത്രീയമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇന്ന് നിലനിൽക്കുകയാണ്.